ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടമായാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും എല്ലാ ടിപ്സും നമ്മുടെ കിച്ചണിൽ തന്നെ നമുക്ക് എടുത്ത് ചെയ്യാവുന്ന ടിപ്സുകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും കമൻറ്റ് വിടണം കേട്ടോ. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് വായിക്കാറുണ്ട്, കമൻസിനെല്ലാം റിപ്ലൈ തരാറുമുണ്ട് കേട്ടോ. ഞാൻ കമൻസ് എല്ലാം നോക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഓയിലിൻ്റെ കാര്യം ഒരുപാട് പേര് എനിക്ക് എൻ്റെ വാട്സപ്പിലാണ് വന്ന് എല്ലാവരും ശുഭേ ഓയിൽ തേച്ചിട്ട് അങ്ങനെയായി ഇങ്ങനെയായി. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് പറയുന്നത് വീണ്ടും നമ്മുടെ ഓയിൽ കൊണ്ടുപോകുന്നവരെ എല്ലാവരും ഞാൻ ഒരുപാട് തവണ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ കേടപേക്ഷിച്ച് പറയുന്നുണ്ട്. എല്ലാവരും നമ്മുടെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ഇടുക. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്നവർക്ക് ശുഭേ ഈ ഓയിൽ എന്താണ്, ഈ ഓയിൽ തേച്ചാൽ അങ്ങനെ മാറുമോ ഇങ്ങനെ മാറുമോ, കറുത്തപ്പാട് മാറുമോ, കഴുത്തല കറുപ്പ് മാറുമോ, മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം മാറുമോ, എത്ര നാളും കൊണ്ടാണ് ഈ കരിമംഗല്യം തേച്ചാൽ മാറുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ ഓയിലിൻ്റെ കാര്യം എൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ പറയുന്നതിലും എത്രയോ നല്ലതാണ് അത് കൊണ്ടുപോയി വാങ്ങിച്ച് യൂസ് ചെയ്ത് എത്ര മാസം നിങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കരിമംഗല്യം മാറിയത്. ഒരാഴ്ച തേച്ചപ്പം തന്നെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഒരാഴ്ച തേച്ചപ്പോൾ തന്നെ മങ്ങൽ വന്ന് മാഞ്ഞു പോകുന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളെ എല്ലാവരും ദയവ് ചെയ്ത് ഞാൻ ഈ ഇടുന്ന വീഡിയോയുടെ അടി വന്നിട്ടാണെങ്കിലും നിങ്ങൾ കമൻ്റ് ഇടുക. പിന്നെ എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്ന് പറയുന്ന ആൾക്കാരൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. മെസ്സേജ് അയക്കാൻ അറിയില്ല എന്ന് പറയുന്നവർ മെസ്സേജ് അയക്കാൻ എന്ത് പാടാ. ആ കമൻസിലൊന്ന് ഞെക്കുക. കമൻറ്റിൻ്റെ താഴെ നമുക്ക് എഴുതാനുള്ള അത് വരും. അത് വന്നിട്ട് ആരോയിലൊന്ന് ഞെക്കിയാൽ കമൻ്റായി ഇല്ലേ. ഞാൻ അങ്ങനെ പറയുന്നവരുടെ അടുത്ത് എന്ത് പറയാനാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ആരെങ്കിലും അടുത്തുള്ളവരോടോ നമ്മുടെ അങ്ങനെ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നവരോടാണ് ഞാനീ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഓരോ ഫങ്ഷനൊക്കെ പോയി ഓയിൽ തേച്ചിട്ട് മുഖം കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ ഏത് ഫേഷ്യലാണ് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് 100% ഞാൻ ഉറപ്പ് തരും. എൻ്റെ കഴുത്തൊന്നും സത്യം പറഞ്ഞാൽ എൻ്റെ ഇത്രയും വെളുപ്പില്ലായിരുന്നു എൻ്റെ കഴുത്ത്. ഞാൻ എവിടെയും പറയാതെ എൻ്റെ കഴുത്തേലും എൻ്റെ ഈ സ്കിന്നേലും ഒക്കെ ഓയിൽ തേച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കഴുത്ത് നേരത്തെ എൻ്റെ ഫേസിൻ്റെ അത്രയൊന്നും കളറൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഈ 2 സൈഡിൽ വണ്ണത്തിൻ്റെ ആയിരുന്നോ എന്തോ അറിയത്തില്ല. എനിക്ക് തൈറോയിഡും കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും എൻ്റെ ഈ 2 സൈഡ് കുറച്ച് ഫെയ്ഡായിട്ടാണ് ഇരുന്നത്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുമോ, എന്നെ അറിയാവുന്നവർക്കറിയാം. എൻ്റെ കഴുത്തിൻ്റെ ബായ്ക്കൊക്കെ കുറച്ച് ഡ്രൈ ആയിരുന്നു. എൻ്റെ ഈ ഓയിലിൻ്റെ നിരന്തരമായ ഈ ഉപയോഗം മൂലം എൻ്റെ കഴുത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചുളിവുകൾ നമുക്ക് വരാം. ഡ്രൈനെസ് കൂടുമ്പോഴാണ് ചുളിവുകൾ വരുന്നത്. എൻ്റെ സ്കിന്ന് നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എനിക്ക് പക്ഷേ എൻ്റെ ചുളിവുകളൊന്നും ഇല്ലാതെ ഇരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം എൻ്റെ ഓയിൽ തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അതൊക്കെ നിൽക്കട്ടെ. ഇപ്പോൾ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മുട്ടയിൽ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ മുട്ട് കാണിച്ചിട്ട് മുട്ടയിലെ കറുപ്പ് പോകാൻ എന്ത് ചെയ്യണം, മുട്ടയിൽ ഒരുപാട് മുരി പോലെ വന്നിട്ട് ഇങ്ങനെ എന്നെ കാണിച്ചിട്ട് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഞാനൊരു കാര്യം പറയുക. നമ്മൾ എന്ത് തേച്ചാലും നമ്മൾ പായ്ക്കുകളും ഞാൻ പറയുമല്ലോ, എന്ത് മുഖത്ത് തേച്ചാലും നമ്മുടെ കയ്യിലും തേക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. നിങ്ങൾ എന്ത് തേച്ചാലും കയ്യിലും തേക്കണം. പക്ഷേ അത് അപ്പോൾ ഒരു 2-3 ദിവസം പിന്നെ അത് തുടർന്നുകൊണ്ടിരുന്നില്ല എങ്കിൽ വീണ്ടും പഴയപടിയാകും നമ്മുടെ കൈ. അപ്പോൾ അതിന് ശരിക്കും ഒരു പരിചരണം നൽകണം. നമ്മുടെ ഓയിലാണെങ്കിൽ നമ്മുടെ ഓയിൽ തേച്ചിട്ട് നിങ്ങൾ മുട്ടയിൽ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് ഞാൻ കാണിക്കാം. ഇപ്പോൾ മസാജ് ചെയ്ത് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അത് കുറേ നാളത്തേന് തേക്കാതിരുന്നാൽ പോലും നമുക്ക് അത്രയും ഡ്രൈനെസ് ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഓയിലിൻ്റെ ഗുണങ്ങൾ, നമ്മുടെ തേങ്ങാമത്തെ വെളിച്ചെണ്ണ, വൈറ്റമിൻ ഓയിൽ, നമ്മുടെ 10 ഇൻഗ്രീഡിയൻസ്, ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ കുറേ നാളത്തേന് പക്ഷേ തേച്ചവർ വീണ്ടും മേടിച്ച് തേക്കുവാണ്. അത് വേറെ കാര്യം.
എന്തായാലും ഞാൻ കാണിച്ചു തരാം നമ്മുടെ മുട്ടയിൽ എങ്ങനെയാണ് കറുത്തപാട് പോകാനും നമ്മുടെ മുരി മാറാനും നമ്മുടെ മുഖം പോലെ തന്നെ നമ്മുടെ കൈയിരിക്കാനും നമ്മുടെ മുഖത്തും കഴുത്തേലും കയ്യേലുമാണ് എല്ലാവരും തേക്കുന്നത്. പിന്നെ കാലയിൽ ഷുഗർ വന്നിട്ടുള്ള ചൊറിച്ചിൽ ഷുഗർ വന്നിട്ടുള്ള കറുത്ത പാടുകൾ ഒക്കെ മാറാനായിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുഗർ വന്ന് കാലയിൽ ഇങ്ങനെ കറുത്തിരിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ കറുപ്പ് മാറിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇരുന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാമോന്ന്. ഞാൻ എഴുന്നേറ്റ് നിൽക്കാം. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് മുട്ടയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് ആ മുട്ടിൻ്റെ കറുപ്പിട്ട് തന്നവരും ആ ഡ്രൈനസ് ഇങ്ങനെ കറുത്ത് ഇരിക്കുന്നവരും മാറ്റം വന്നത് എനിക്ക് വാട്സപ്പിൽ ഇട്ട് തരണം. എന്നിട്ട് വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് വിടണം കേട്ടല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ നിന്നുകൊണ്ട് കാണിക്കാം. അപ്പം നമ്മുടെ മുട്ട് ശരിക്കും ഇങ്ങനെ കാണാമല്ലോ. കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു 10-15 പ്രാവശ്യം ഇങ്ങനെ റൗണ്ട് മസാജ് കൊടുക്കണേ. ഇങ്ങനെ റൗണ്ട് മസാജ് കൊടുത്ത് വേണം നമ്മൾ ഓയിൽ എടുക്കുന്നതിൻ്റെ അളവ് ഒന്നുമല്ല. 2-3 തുള്ളി എടുത്താലും നന്നായിട്ട് മസാജ് കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്ത് വേണം കൈയുടെ ഡ്രൈനസ് മാറ്റി കൊടുക്കാനായിട്ട്. അതായത് കണ്ടോ, ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മുടെ കൈയുടെ അടി വരെ കൊടുക്കുക. ഇത് കണ്ടോ, അത്രയും ഓയിൽ ഞാൻ ആ എടുത്ത അത്രയും ഓയിൽ മതി. ഇങ്ങനത്തെ മസാജ് കൊടുക്കണം മുട്ടിൽ കേട്ടോ. മുട്ടിൻ്റെ കറുപ്പ് നിശേഷം മാറും. ഇങ്ങനെ മസാജ് കൊടുക്കണം. കുറേ സമയം നിങ്ങൾ TV കാണുന്ന ടൈമിലോ അങ്ങനെയൊക്കെ ഇരുന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു റൗണ്ട് മസാജ് കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ മസാജ് കൊടുത്ത് പോരാം. അതായത് കണ്ടോ, ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നല്ല മാറ്റം നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഞാൻ അത്രേ ഓയിൽ എടുത്തുള്ളൂ. പക്ഷേ എൻ്റെ ഫുള്ള് കയ്യിലും നല്ല ഭംഗിയായിട്ട് മസാജ് ചെയ്യാനുള്ള ഓയിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് മൊരി മാറാനും മുട്ടിലെ കറുപ്പ് മാറാനും കയ്യിലെ ഡ്രൈനസ് മാറാനും ചോദിച്ചവർക്കായി നമ്മുടെ ഓയിൽ മാത്രം മതി. പിന്നെ നമ്മുടെ ഓയിലിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കരിമങ്കല്യം മാറാൻ നമ്മുടെ എവിടെ കറുപ്പുണ്ടോ ആ കറുപ്പെല്ലാം മാറിക്കിട്ടും. നമ്മുടെ മുഖത്ത് തേച്ച് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ മുഖത്തെ കറുപ്പെല്ലാം മാറി മുഖത്ത് നല്ല ഗ്ലോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഓയിൽ വേണ്ടവർ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക. ആരും വിളിക്കണ്ട, വാട്സപ്പിൽ വന്നിട്ട് നമ്മുടെ ഓയിലിൻ്റെ കാര്യം ചോദിച്ചാൽ മതി. അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ് തന്നാൽ മതി. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അത് വരിക ഇന്ന് ഉച്ച കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് വരാം. ഇപ്പം എനിക്കൊരു ആൻറ്റി നമ്മുടെ പാർലറിൽ വരും. ഇപ്പം 11 മണിക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോഴേക്കും എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞ് വീഡിയോ ആയിട്ട് വരാൻ ടൈം ഉണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ബൈ.